നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഇവരിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മന്ത്രിസഭയിലേക്ക് ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളതും രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രതിപക്ഷത്തേക്ക് വരികയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമോ അതോ KN ബാലഗോപാലിലായിരിക്കുമോ പ്രതിപക്ഷ നേതാവായിരിക്കുക, അങ്ങനെയൊക്കെയുണ്ട്. തമിഴകത്തേക്ക് വരികയാണെങ്കിൽ വിജയ് മുഖ്യമന്ത്രി ആയി സത്യപ്രതിജ്ഞ ചെയ്യും. നാളെയാണ് സത്യപ്രതിജ്ഞ എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗാളിലെ രാഷ്ട്രീയമാണ് എങ്ങോട്ട് പോകുന്നത് എന്നറിയാത്ത നാടകീയതയാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. എല്ലാ വിശദാംശങ്ങളിലേക്കും വരാം. ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവം. നിയമസഭാ കക്ഷിയോഗം നാളെ. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കേരളത്തിലേക്ക്. MLA-മാരുടെ അഭിപ്രായങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക്. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPM CPI നേതൃയോഗങ്ങൾ ഇന്ന്. പാർട്ടി സെക്രട്ടറിമാരായ MV ഗോവിന്ദനെതിരെയും ബിനോയ് വിശ്വത്തിനെതിരെയും കടുത്ത വിമർശനം. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിലും ചർച്ചയുണ്ടാകും. പിണറായി ആയില്ലെങ്കിൽ KN ബാലഗോപാലിന്റെ സാധ്യത. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. സർക്കാർ രൂപീകരണത്തിനായി TVK നൽകിയ കത്തിൽ ഗവർണറുടെ തീരുമാനം ഇന്ന്. ഉപാധികളോടെ TVKയ്ക്ക് പിന്തുണ നൽകാൻ കോൺഗ്രസ്. ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ മമത. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ നീക്കം. ഹോർമൂസിൽ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുന്ന ദൗത്യം പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെച്ച അമേരിക്ക. തീരുമാനം ഇറാനുമായി ധാരണയിൽ എത്തിയതിനാലെന്ന് ഡൊണാൾഡ് ട്രംപ്. ലക്ഷ്യങ്ങൾ പൂർത്തിയായെന്നും ഇനി ആക്രമിക്കില്ലെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. പാചകവാതക വില ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഹോട്ടലുകളും ബേക്കറികളും ഇന്ന് അടച്ചിടും. ഓൺലൈൻ ഭക്ഷണ വിതരണവുമില്ല. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഹോട്ടലുടമകളും തൊഴിലാളികളും പ്രതിഷേധ മാർച്ച് നടത്തും. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണൽ ഫൈനലിൽ. രണ്ടാം പാദ സെമിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത ഒരു ഗോളിന്. രണ്ടാം സെമിയിൽ ഇന്ന് ബയേൺ മ്യൂണിക്ക് PSG പോരാട്ടം. കോൺഗ്രസിൽ നിയുക്ത MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗം നാളെ ചേരും. പിന്തുണ ഉറപ്പാക്കാൻ സർവ്വതന്ത്രങ്ങളും ഒരുക്കിയിരിക്കുകയാണ് നേതാക്കൾ. കേന്ദ്ര നിരീക്ഷകരായി മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്നെത്തും. വിശദാംശങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസയാണ് ചേരുന്നത്. അൻഫിലിറ്റ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, 3 പേരും ആരൊക്കെ അവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ശക്തി പ്രകടനം നടത്തിയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം. ഒബ്സർവേഴ്സ്, അതായത് ഹൈക്കമാൻഡിന്റെ ഒബ്സർവേഴ്സ് സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. ആരിലേക്കായിരിക്കും അവസാനം മുഖ്യമന്ത്രി പദം എത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതുതന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അമ്പിളി ആരിലേക്കാണ് ഈ 3 പേരിലേക്ക് മൂവർ സംഘത്തിന്റെ ഒരു ത്രിവർണ്ണ കൊടി തന്നെ ഉയരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഉണ്ടാകുന്നത്. ഈ 3 പേരിൽ 2 പേരെ ഒഴിവാക്കി എങ്ങനെ ഒറ്റപ്പേരിൽ എത്തുമെന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഒരുപക്ഷെ സമീപകാലത്ത് അവർ എടുത്ത ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ അവർ ഈ ഒരു മണിക്കൂറുകളിലൊക്കെ അവർ ഏറ്റെടുക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിരീക്ഷകരായി 2 പേരെയാണ് നിയോഗിച്ചത് ഇന്നലെ AICC നേതൃത്വം. ഒന്ന് AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, മറ്റൊരു കോൺഗ്രസിന്റെ ട്രഷററായ അജയ് മാക്കൻ. ഈ 2 പേരും ഈ 2 പേരും ഇന്ന് രാത്രിയോടുകൂടി തന്നെ കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നാളെ നിയുക്ത MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗം നാളെ ചേരുന്നു. ഈ യോഗത്തിൽ അവർ MLA-മാരുടെ, അതായത് നിയുക്ത MLA-മാരുടെ അഭിപ്രായമാരായും ആ യോഗത്തിൽ നിരീക്ഷകരും കൂടി പങ്കെടുക്കും. അങ്ങനെ അവർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു, ഇവരുടെ അഭിപ്രായമൊക്കെ തേടുന്നു. ഈ അഭിപ്രായം തേടിയ ശേഷം ഇതിനകത്ത് അഭിപ്രായമായ ഒരു ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ആരെ എന്ന രീതിയിൽ, പക്ഷേ അതൊരു കോൺഗ്രസിന്റെ കീഴ്വഴക്കമാണ്. കോൺഗ്രസ് എല്ലാ കാലത്തുമൊക്കെ ഏറെക്കുറെ അങ്ങനെ ആ രീതിയിലാണ് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തത്. ആ കീഴ്വഴക്കം അതുപോലെ പാലിക്കണമെന്നാണ് മുതിർന്ന പല നേതാക്കന്മാരും പറയുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയരുന്ന ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ചിട്ടവട്ടമുണ്ട്. ആ ചിട്ടവട്ടം കീഴ്വഴക്കത്തിനനുസരിച്ച് മാത്രമേ കോൺഗ്രസിനെ മുഖ്യമന്ത്രി തീരുമാനിക്കാവൂ എന്ന് പല
നേതാക്കൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് 3 പേരും അവരുടേതായ ന്യായവാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ വലിയ രീതിയിലാണ് മുന്നോട്ട് വെക്കുക. ഇതിനിടയ്ക്ക് PR വർക്കുകൾ ഒരു ഭാഗത്ത് നടത്തുകയുമൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നിരീക്ഷകർ ഇവിടെ കേരളത്തിലെത്തുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാന വെല്ലുവിളി ആദ്യം അവർ നേതാക്കന്മാരെ ഒക്കെ കാണുന്നു. അതിനുശേഷം അവർ നിയമസഭാ കക്ഷി നിയുക്ത MLA-മാരെ കാണുന്നു. അതിനുശേഷം നിയമസഭാ കക്ഷി യോഗം നാളെ ചേരുമ്പോൾ അതിൽ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായം, അതിൽ ഉരുത്തിരിയുന്ന വിലയിരുത്തലുകളൊക്കെ ഏറ്റവും പ്രധാനവും നിർണായകവുമാകും. കാരണം ഈ MLA-മാർ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഇപ്പോൾ 62 MLA-മാരുണ്ടെങ്കിൽ അതിൽ 50ഓളം പേരുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് KC പക്ഷം അവകാശവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 50 പേരുടെ പിന്തുണ താൻ മുഖ്യമന്ത്രിയാകണമെന്ന രീതിയിൽ തന്നെയാകും പോവുക എന്ന രീതിയിലാണ് KC പക്ഷം പോകുന്നത്. മറുഭാഗത്ത് VD സതീശൻ ആ നമ്പർ ഫിക്കറാണ് 102 എന്ന ഏറ്റവും വലിയ അത്ഭുത വിസ്മയ നമ്പറിലേക്ക് എത്തിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മാത്രമായ ഒരു വിജയം എന്ന രീതിയിലേക്ക് പറയുന്നു. ആ രീതിയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, അത് ഏതെങ്കിലും രീതിയിൽ ചർച്ച വഴിതെറ്റി പോവുകയാണെങ്കിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് താൻ പോകുമെന്നൊരു സൂചനയും ഇതിനോടകം തന്നെ VD സതീശൻ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അവകാശവാദം തനിക്കാണ് എന്ന രീതിയിലൊക്കെയാണ് VD പക്ഷമൊക്കെ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം സീനിയോറിറ്റിയൊക്കെ തന്നെയും ഏറ്റവും വലിയ സീനിയോറിറ്റി, അതോടൊപ്പം തന്നെയും തന്റെ ഭരണപരിചയം ഒപ്പം തന്നെ സാമുദായിക പിന്തുണ, ഇങ്ങനെ ഈ ഘടകങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലേക്ക് അദ്ദേഹം എത്തും. KC വേണുഗോപാൽ ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ AICC യോഗത്തിൽ KC വേണുഗോപാൽ പങ്കെടുക്കാതെ മാറി നിന്നു. കാരണം ആ യോഗം എന്ന് പറയുന്നത് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന യോഗം. അതിന്റെ ഒരു ഭാഗമായി KC വേണുഗോപാൽ ഉള്ളത് കൊണ്ട് അദ്ദേഹം തൽക്കാലം ആ യോഗത്തിൽ നിന്ന്, അതായത് ഈ നിരീക്ഷകരെ തീരുമാനിക്കും. 3 പേരും അവരുടേതായ ശ്രമം നടത്തും മുഖ്യമന്ത്രിയാകാനുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. യുവപ്രാതിനിധ്യം, സ്ത്രീ പ്രാതിനിധ്യം, ഒപ്പം തന്നെ മതസാമുദായിക ബാലൻസ് ഒക്കെ ഉറപ്പാക്കണം. ആ രീതിയിൽ ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതെ, ആ സൂചനകൾ അതാണ് ഏറ്റവും വലിയ ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ വലിയൊരു ഫാക്ടറായി തന്നെ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും കോൺഗ്രസിനുള്ളിൽ UDF-നുള്ളിലേക്ക് നടക്കുന്നത്. കാരണം ഘടകകക്ഷികൾ ആദ്യം എത്ര സീറ്റുകളാണ് ഘടകകക്ഷികൾക്ക് നൽകേണ്ടത്, വീതം വെച്ച് നൽകേണ്ടത്, അതാണ് ആദ്യം തീരുമാനിക്കുന്നത് ആദ്യഘട്ടത്തിൽ. അതിൽ മുസ്ലിം ലീഗ് RSP, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഈ ലീഗിന് 5 മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കർ എന്ന രീതിയിൽ ഒരുപക്ഷെ വാദം ഉന്നയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 5 മന്ത്രിമാർ ഉറപ്പായും കൊടുക്കും. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലീഗിന് കൊടുക്കണമെന്നൊരു വാദം ലീഗ് തന്നെ മുന്നോട്ട് വെക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. ജോസഫ് വിഭാഗത്തിൽ അവർ 6 MLA-മാരുണ്ട്. 2 മന്ത്രിമാർ വേണമെന്നൊരു വാദവും, അതോടൊപ്പം തന്നെ ഒന്നുകിൽ ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനമാണ് ജോസഫ് വിഭാഗവും വാദിക്കുന്നത്. അതോടൊപ്പം തന്നെ RSP-യിൽ ഒരു മന്ത്രി എന്തായാലും ഉണ്ടാകും. അത് ആരാകും അത് തർക്കം, ഷിബു ബേബി ജോൺ തന്നെ ആകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനപ്പുറത്തേക്ക് ഒറ്റ ഘടകകക്ഷികൾ, അതായത് ഒറ്റ MLA-മാർ മാത്രമുള്ള ഘടകകക്ഷികളുണ്ട്. ആ ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തണം എന്നൊരു തീരുമാനവും ഒരു വിലയിരുത്തലിലേക്കൊക്കെ UDF നേതൃത്വം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ടേം അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ 2ാം പിണറായി സർക്കാർ കാലത്ത് നമ്മൾ കണ്ടതുപോലെ ടേം വ്യവസ്ഥയിലൊക്കെ ഒറ്റ ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തും. അങ്ങനെയെങ്കിൽ CMP CP ജോൺ ഉണ്ടാകും. KK രമ RMP UDF-ന്റെ ഭാഗമല്ല എങ്കിൽ പോലും രമയെ കൂടി ഉൾപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബ്, ഇത്തരത്തിലുള്ള ഒറ്റ ഘടകകക്ഷികളെ കൂടി പരിഗണിക്കുന്ന രീതിയിലും കാര്യങ്ങൾ പോകുന്നു. അതിനുശേഷം അത് വീതം വെച്ച് നൽകിയതിനു ശേഷം മാത്രമേ കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടാകുമെന്നാൽ എത്ര മന്ത്രിസ്ഥാനം കോൺഗ്രസിനുണ്ടാകും അതനുസരിച്ചാണ് കോൺഗ്രസിലെ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. എല്ലാവരും ഈ ജയിച്ചു വന്നവരൊക്കെ തന്നെ പ്രമുഖരും യോഗ്യരുമായവരും യോഗ്യതയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ്. പക്ഷേ സാമുദായിക സമവാക്യങ്ങളാണ് കോൺഗ്രസിന് എല്ലാ കാലവും വെല്ലുവിളിയാകുന്നത്. സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി പരിഗണിക്കുമ്പോൾ യോഗ്യരായ പലരെയും തന്നെ മാറ്റി നിർത്തേണ്ടി വരും. പക്ഷേ എങ്കിലും ഉറപ്പായും ഉള്ളത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉണ്ടാകും, K മുരളീധരൻ ഉണ്ടാകും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടാകും, PC വിഷ്ണുനാഥ് ഉണ്ടാകും. ഇവരൊക്കെ തന്നെ ഒന്നാമത്തെ പട്ടികയിൽ തന്നെ 100% ഉറപ്പിച്ചിരിക്കുന്ന പേരുകളാണ്. അതോടൊപ്പം സ്ത്രീ പ്രാതിനിധ്യം എന്നതിൽ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. അതിനപ്പുറത്തേക്ക് യുവപ്രതിനിധികൾ എന്ന രീതിയിലൊക്കെ തന്നെ ചാണ്ടിയുമ്പന്റെ പേരിനൊക്കെ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയും മാത്യു കുഴൽനാടിന്റെ പേരിനുമൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഈ രീതിയിലാണ് കോൺഗ്രസിന്റെ മന്ത്രിസഭാ രൂപീകരണത്തിലെ മന്ത്രിമാരാകാനുള്ള സാധ്യതാ പട്ടികയുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ പരമാവധി 2 ദിവസത്തിനുള്ളിൽ ഇതിലൊക്കെ തന്നെ തീരുമാനമാകുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവർക്ക് UDF-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സർക്കാർ അധികാരത്തിലെത്തണം. അത് തന്നെയാണ് കോൺഗ്രസിനുള്ളിലും അതോടൊപ്പം മുതിർന്ന നേതാക്കളും അതോടൊപ്പം ഘടകകക്ഷി നേതാക്കളും മുന്നോട്ട് വെക്കുന്നത്. ശരി, അൻഫിലിറ്റ്, ഭരണപക്ഷത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി പ്രതിപക്ഷത്തേക്ക് വരികയാണെങ്കിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ അതോ KN ബാലഗോപാലാണോ ആ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ.
തീർച്ചയായും നമ്മൾ ഇക്കാലം അത്രയും കണ്ട് ശീലിച്ച ഒരു രീതി എന്ന് പറയുന്നത് പൊട്ടിത്തെറികളും പരസ്യമായ വിഴുപ്പലക്കുകളും അതോ പരസ്യപ്പോരും കലഹങ്ങളും ഒക്കെ തന്നെ നമ്മൾ UDF-ലാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കണ്ട് ശീലിച്ചത്. പതിവ് രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചകളിലേക്ക് ഇനി ഇടതുമുന്നണിയുടെ രാഷ്ട്രീയം മാറുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഒരു പൊട്ടിത്തെറിയോ കലഹങ്ങളൊക്കെ CPM-ലും CPI-ലും ഉണ്ടാകുമോ എന്നാണ്. പാർട്ടി രാഷ്ട്രീയവും ആഭ്യന്തര വശവും കലഹങ്ങളൊക്കെ എല്ലാ സമയത്തും പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ ഉന്നത നേതൃയോഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതൊരു തെരുവിലേക്കൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ടാവില്ല. കാരണം ആ സിസ്റ്റം, ആ സംവിധാനം അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPI-യുടെ സംസ്ഥാന സെക്രട്ടറിക്കും എതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. CPM-ലെ കണ്ണൂരിലൊക്കെ തന്നെയും സംസ്ഥാനത്തിന്റെ MV ഗോവിന്ദനെതിരെയും ഒപ്പം തന്നെയും KK രാഗേഷിനെതിരെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഒരു സമയത്ത് പരസ്യമായി തന്നെ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല ഇന്നലെയൊക്കെ നോട്ടീസുകൾ, ഫ്ലക്സുകളും എവിടെയൊക്കെ ഏതൊക്കെയോ ഭാഗങ്ങളിലൊക്കെ തന്നെയും ഉയർന്നിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളടക്കം നേതാക്കന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പോർവിളിയൊക്കെ നടക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് CPI-ക്കുള്ളിൽ ഇന്നലെ ജനയുഗമൊക്കെ തന്നെ വലിയ അതിരൂക്ഷ വിമർശനമാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാന നേതൃയോഗങ്ങൾ 2 പാർട്ടികൾ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടക്കുന്ന പാർട്ടി യോഗങ്ങളാണ്. ഉറപ്പായും തെരഞ്ഞെടുപ്പിന്റെ തോൽവി വിലയിരുത്തും. പക്ഷേ അത് ആഴത്തിലുള്ള വിലയിരുത്തലൊന്നും ഉണ്ടാവുകയില്ല, പ്രാഥമികമായ വിലയിരുത്തൽ ഉണ്ടാകും. കാരണം ആഴത്തിലുള്ള വിലയിരുത്തലിന് സംസ്ഥാന സമിതികൾ ചേർന്ന് തന്നെയാകും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവുക. മാത്രവുമല്ല ഇന്ന് ചേരുന്ന സംസ്ഥാന CPM സെക്രട്ടേറിയറ്റിൽ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിലുള്ള തീരുമാനമെത്തും. അത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാവും ആദ്യ ചോദ്യം ഉയരുക. പിണറായി വിജയൻ മാറി നിൽക്കുകയാണെങ്കിൽ മാത്രം അടുത്ത സീനിയോറിറ്റി പ്രകാരം KN ബാലഗോപാലിനായിരിക്കും സാധ്യത. ഈ 2 പേരിലല്ലാതെ മറ്റൊരു മൂന്നാമതൊരു പേര് ഉയർന്നു വന്നിട്ടില്ല. അത് വരാനുള്ള സാധ്യതയും സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറെക്കുറെ സാധ്യത KN ബാലഗോപാൽ സീനിയോറിറ്റി പ്രകാരം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നയിക്കാൻ തന്നെയായിരിക്കും. അതിന്റെ ഇന്ന് തീരുമാനമാകും. പക്ഷേ പ്രഖ്യാപനം മുന്നണി നേതാക്കളെ, ഘടകകക്ഷികളെ ഫോണിലൂടെ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ അടിയന്തരമായ ഒരു ഘടകകക്ഷി യോഗം, ഇടതുമുന്നണി യോഗം ചേർന്നോ അങ്ങനെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു വ്യക്തത തീരുമാനമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് CPM-ന്റെ CPI-യുടെ നേതൃയോഗങ്ങൾ, തുടർ നേതൃയോഗങ്ങൾ വീണ്ടും ചേരുകയും എന്താണ് പാർട്ടിക്ക് സംഭവിച്ചത്, തിരുത്തലുകളും തെറ്റുതിരുത്തലുകളും ഒക്കെ വരുത്തി മുന്നോട്ട് പോകാനുള്ള നടപടികളിലേക്കൊക്കെ അവർ കടക്കും. ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിലനിൽക്കുമെന്ന് ഇതിനോടകം തന്നെ നേതാക്കളൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ പാർട്ടിക്കുള്ളിലുണ്ടാകുന്ന കലഹങ്ങളും പൊട്ടിത്തെറികളും എത്ര കണ്ടിന് പുറത്തേക്ക് മറനീക്കി വരും എന്നറിയുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം കടന്നുപോകുന്നത്. ശരി, കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതാണ്. VD സതീശനാകുമോ, KC വേണുഗോപാലാകുമോ, രമേശ് ചെന്നിത്തല ആകുമോ എന്നുള്ളതാണ്. ഒപ്പം പ്രതിപക്ഷത്തേക്ക് വരികയാണെങ്കിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ പിണറായി വിജയൻ എത്തുമോ അതോ KN ബാലഗോപാൽ ആയിരിക്കുമോ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതൊക്കെയാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിൽ ഡിസൂസ. തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് TVK നൽകിയ കത്തിന് ഗവർണർ ഇന്ന് മറുപടി നൽകിയേക്കും. ഉപാധികളോടെ വിജയ്ക്ക് പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. TVKക്ക് ഉപാധികളോടെ പിന്തുണ നൽകാൻ കോൺഗ്രസിൽ ധാരണ. BJP-യുടെയും NDA സഖ്യകക്ഷികളുടെയും പിന്തുണ തേടരുത് എന്ന ഉപാധികളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിലാണ് തീരുമാനം ഉണ്ടായത്. ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകി. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. അതേസമയം സർക്കാർ രൂപീകരണത്തിന് ഗവർണർക്ക് വിജയ് പുതിയ കത്ത് നൽകിയിട്ടുണ്ട്. കേവല ഭൂരിപക്ഷത്തിനായി ഗവർണർ നിലപാട് കടുപ്പിക്കുമോ എന്നാണ് TVKയുടെ ആശങ്ക. ഗവർണർ ഇന്ന് മറുപടി നൽകിയേക്കും. ഗവർണർ TVKക്ക് അനുകൂലമായ നിലപാട് കൈക്കൊള്ളുകയാണെങ്കിൽ നാളെ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. വിജയ്ക്കൊപ്പം 9 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മന്ത്രിസഭാ രൂപീകരണത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി ചെന്നൈയിലെ വിജയുടെ വസതിയിൽ MLA-മാരുടെ യോഗം ചേർന്നിരുന്നു. മറ്റു ചില പാർട്ടികളും പുതിയ സർക്കാരിന്റെ ഭാഗമായേക്കാൻ സാധ്യതയുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ബംഗാളിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ മമത തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് തൃണമൂലിന്റെ നീക്കം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇന്നലെയൊക്കെ ബംഗാളിൽ നാടകീയ രംഗങ്ങളായിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ അടക്കം ബംഗാളിലെത്തിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ മമത ശ്രമിക്കുമ്പോൾ BJP-യുടെ നീക്കം മറുവശത്ത് എങ്ങനെയാണ് ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ? നിലവിൽ ബംഗാളിൽ 206 മുകളിൽ സീറ്റുകൾ നേടിയിട്ടുള്ള BJP സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിക്കുകയും ഈ മാസം 9-ന് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാക്കും എന്നുള്ള പ്രഖ്യാപനമെല്ലാം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ജനവിധിയല്ല പുറത്തു വന്നിട്ടുള്ളതെന്നും ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന പ്രഖ്യാപനം ഇന്നലെ മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിക്കും, തുടർന്ന് എന്ത് നടപടി ഉണ്ടാക്കും എന്നുള്ളത് ഏറെ നിർണായകമായും പല നാടകീയ
രംഗങ്ങൾക്കും ബംഗാളിൽ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നിലവിലെ മുഖ്യമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രിക്ക് ചുമതലയേൽക്കാൻ സാധിക്കില്ല. അത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ ഗവർണർക്ക് ഇടപെടേണ്ടി വരും. ഏത് രീതിയിലായിരിക്കും ഗവർണർ ഈ സാഹചര്യത്തിൽ ഇടപെടുക എന്നുള്ളതെല്ലാം തന്നെ ബംഗാളിൽ നാടകീയ രംഗങ്ങൾക്ക് വഴിവെക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മമതാ ബാനർജി ആരോപിക്കുന്നത് ബിജെപിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ഗൂഢാലോചന നടത്തിക്കൊണ്ട് ജനവിധി അട്ടിമറിച്ചെന്നും യഥാർത്ഥ ജനവിധി തൃണമൂൽ കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ളതുമാണ് മമതാ ബാനർജിയുടെ ആരോപണം. എന്നാൽ ബിജെപി ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. തോൽവി സമ്മതിക്കാതെ അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ബിജെപി വ്യക്തമാക്കിയത്. ജനരോക്ഷമാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്കെതിരെ കണ്ടിട്ടുള്ളത് എന്നും ബിജെപി നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ ബംഗാളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് ബിജെപി തുടക്കം കുറിച്ചിട്ടുണ്ട്. ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നിരീക്ഷകരായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി എന്നിവരെയാണ് നിരീക്ഷകരായി നിയോഗിച്ചത്. ഇവരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. ഈ മാസം 9 സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ബിജെപി അറിയിച്ചിട്ടുള്ളത്. അവിടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മുഖങ്ങളെ ഏതെങ്കിലും പേരുകളിലേക്ക് ബിജെപി എത്തുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ശരി, ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ മമത തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. മറുവശത്ത് സർക്കാർ രൂപീകരണ ചർച്ചകളുമായി ബിജെപി മുന്നോട്ട് പോകുന്നു. മെയ് 9 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനാണ് തീരുമാനം. സുവേന്ദു അധികാരി തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്ന പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ഇറാനുമായുള്ള ധാരണയിലെത്തിയതിനാലെന്ന് ട്രംപ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ഒരു ഘട്ടം അവസാനിച്ചുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള അമേരിക്കൻ സൈനിക നീക്കമാണ് പ്രോജക്ട് ഫ്രീഡം. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുന്ന തീരുമാനമെന്നും ഇറാനുമായി അന്തിമ സമാധാന കരാറിലേക്ക് എത്തുന്നതിനാണ് മുൻഗണനയെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കടലിടുക്കിലെ ഉപരോധം തുടരുമെങ്കിലും നയതന്ത്ര ചർച്ചകൾക്ക് അവസരം നൽകാനാണ് സൈനിക നടപടിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ വലിയ വിജയം നേടിയതായും ഒരു അന്തിമ ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നടപടികൾ നിർത്തിവെക്കുന്നത് ആഗോള വിപണിയിൽ വലിയ മാറ്റമുണ്ടാക്കും. എന്നാൽ കടലിടുക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നുള്ള പിൻവാങ്ങലാണിതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ പറഞ്ഞു. അതേസമയം ഇറാനിലെ അമേരിക്കൻ ഇസ്രയേൽ സൈനിക നീക്കമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ഈ ഘട്ടം അവസാനിച്ചുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. സമാധാനത്തിന്റെ പാതയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത് ഒരു ഉടമ്പടിയാണെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നും സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും റൂബിയോ ആവശ്യപ്പെട്ടു. മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയോട് ടെഹ്റാൻ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് അമൃത TV. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളൊക്കെ അടച്ചിടും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരമാണ് 24 മണിക്കൂർ സമരം. ഓൺലൈൻ ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കില്ല. വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പെട്രോളിയം കമ്പനികളുടെ ഓഫീസ് മുന്നിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ഹോട്ടലുടമകളും തൊഴിലാളികളും ഇന്ന് മാർച്ച് നടത്തും. ധർണയും നടത്താനാണ് തീരുമാനം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരണാണ് ചേരുന്നത്. കിരൺ, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്താനാണ് ഹോട്ടലുടമകളുടെയും അതുപോലെ തന്നെ ബേക്കറി മേഖലകളിലടക്കമുള്ള, പ്രത്യേകിച്ച് ഓൺലൈൻ മേഖലകളിലടക്കം പ്രതിഷേധത്തിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം ഒരു പ്രതിസന്ധി ഉണ്ടാകും? അമ്പിളി, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകം, പ്രത്യേകിച്ച് വാണിജ്യ പാചകവാതകത്തിനുണ്ടായിട്ടുള്ള വില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമര പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ പാചകവാതകത്തിന് വില വർധനവ് ഉണ്ടാവുകയും കൂടാതെ തന്നെ ഇതിന് പ്രതിസന്ധി, ലഭ്യതക്ക് കുറവടക്കമുള്ള പ്രതിസന്ധികളും ഹോട്ടലുടമകൾ നേരിട്ടിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും ഒരു വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം
ഇതിപ്പോൾ 3-ാം തവണയാണ് വില വർധന ഉണ്ടായിരിക്കുന്നത്. ഒറ്റയടിക്ക് 1000-ഓളം രൂപ, അതായത് 993 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നടപടി. ഈ നടപടി വലിയ രീതിയിൽ തന്നെ ഹോട്ടൽ ഉടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും വില വർധനവുണ്ടായിരുന്നു. പിന്നാലെ ഈ കഴിഞ്ഞ ദിവസത്തിലുണ്ടായിരുന്ന ഈ ഒരു വില വർധനവ്, ഈ ഗ്യാസിൻ്റെ ലഭ്യത കുറവ്, അതിനോടൊപ്പം തന്നെ ഈ ഒരു വില വർധനവ് കൂടി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് വലിയ പണം ഈടാക്കേണ്ടതായിട്ട് വരും. ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണത്തിന് വലിയ പണം ഈടാക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഹോട്ടൽ ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ ഇവർ സമരം പ്രഖ്യാപിച്ചിരുന്നതാണെങ്കിലും പിന്നീട് അത് പിൻവലിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം, അത് ഈ ഗ്യാസിൻ്റെ ലഭ്യത കുറവിനെ തുടർന്ന് അന്ന് സമരം പ്രഖ്യാപിച്ചിട്ട് പിന്നീട് പിൻവലിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വില വർധനവ് കൂടി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇനി ശക്തമായ നടപടികളിലേക്ക് കടക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 24 മണിക്കൂർ സമരം നടക്കുമ്പോൾ ഏതായാലും ഹോട്ടലുകൾ അടച്ചിടുന്നു, ഒപ്പം തന്നെ ഓൺലൈൻ ഭക്ഷണ വിതരണത്തെ കൂടി ഇത് ബാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഓൺലൈൻ ഭക്ഷണ വിതരണവും പൂർണ്ണമായി തന്നെ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് പെട്രോളിയം കമ്പനികളുടെ ഓഫീസുകളിലേക്ക് കൂടി ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട്. എറണാകുളത്ത് BPCLൻ്റെ IOCLൻ്റെ ഓഫീസുകളിലേക്ക് കൂടി ഏതായാലും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നുണ്ട്. അമ്പിളി. ശരി, വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും ഒക്കെ അടച്ചിട്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നത്. ഓൺലൈൻ ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കില്ല. വിലവർധന പിൻവലിക്കണമെന്നാണ് ആവശ്യം. കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റയടിക്ക് 993 രൂപയാണ് കൂട്ടിയത്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺകുമാർ. UDF വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തിനു വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന കഴിവുറ്റ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും ഇത്തവണ ഉണ്ടാവുകയെന്നും കൊല്ലത്തെ നിയുക്ത MLA ബിന്ദു കൃഷ്ണ. മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നായിരുന്നു ബിന്ദു കൃഷ്ണയുടെ മറുപടി. പാർട്ടിയും മുന്നണിയും ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച ആശയങ്ങളും പ്രതീക്ഷകളും യാഥാർത്ഥ്യമാക്കാനായി പ്രവർത്തിക്കുമെന്നും ബിന്ദു കൃഷ്ണ അമൃത വാർത്തകളോട് പറഞ്ഞു. ധാരാളം ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടുള്ളതാണ്. പേഴ്സണലായി പറയുകയാണെങ്കിൽ എന്തായിരിക്കാം ബിന്ദു കൃഷ്ണ എന്ന സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഇപ്പോൾ വിജയിച്ചു വന്ന UDFൻ്റെ പ്രതിനിധി എങ്ങനെ കാണും? ഞാൻ അടിമുടി പാർട്ടിക്കാരിയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു അതിനൊപ്പം ഞങ്ങളുടെ പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ ഒരു മാർഗമുണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. അത് പാർട്ടി നേതൃത്വം തീരുമാനിച്ച് പറയുമ്പോൾ ഞങ്ങൾ അതനുസരിച്ച് പോകും. ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ കഴിയും, കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന കഴിവുറ്റ ഒരു മുഖ്യമന്ത്രിയായിരിക്കും. അങ്ങേയറ്റം നല്ലൊരു മുഖ്യമന്ത്രിയായിരിക്കും കോൺഗ്രസ് UDF കേരളത്തിന് സമ്മാനിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ രാഷ്ട്രീയത്തിൻ്റെ ചില ഗ്രാഫുകളും ഏറ്റക്കുറച്ചിലുകളും കണക്കൂട്ടലുകളും ഒക്കെ നോക്കുമ്പോൾ ജില്ലയിൽ നിന്നും ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ ഞാൻ ആളുമല്ല, എനിക്കതിനെക്കുറിച്ച് അറിയുകയുമില്ല. പാർട്ടിയാണ് അത്തരം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എന്നെ ചേർത്ത് നിർത്തിയ UDFൽ വിശ്വാസം അർപ്പിച്ച കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ പ്രിയപ്പെട്ടവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. 10 വർഷക്കാലത്തെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കാൻ കേരള ജനത ഒന്നാകെ രാഷ്ട്രീയത്തിന് അതീതമായ തീരുമാനമെടുത്തപ്പോൾ കടക്കൂ പുറത്ത് എന്ന് കേരളത്തിലെ ജനങ്ങളെ അധിക്ഷേപിച്ച ഭരണാധികാരികളോട് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞവരോട് വീട്ടിലിരിക്കാൻ കേരള ജനത കൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയും മുന്നണിയും ജനങ്ങളുടെ മുന്നിൽ വെച്ച ആശയങ്ങൾ, പ്രതീക്ഷകൾ അതവർ നെഞ്ചിലേറ്റി അതുകൊണ്ട് തന്നെ വിനയാന്വിതരായി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് പ്രവർത്തിക്കുക, നാടിൻ്റെ വികസനത്തിനും നാട്ടുകാരുടെ ക്ഷേമത്തിനുമായി പ്രവർത്തിക്കുക എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ഒക്കെ ഒരുപാട് പ്രതിസന്ധിക, സാമ്പത്തിക ക്ലേശം അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ കരുത്ത് കിട്ടുന്നത് ജനങ്ങൾ പകർന്നു തരുന്ന കലർപ്പില്ലാത്ത സ്നേഹമാണ്, വിശ്വാസമാണ്. ആ സ്നേഹവും വിശ്വാസവും കരുത്താക്കി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോഴും നിലനിന്നത് അങ്ങനെയാണ്. തീർച്ചയായും ഇത്തവണ കൊല്ലത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാതെ അപ്പുറം ഒരു സീറ്റുകൾ നേടാൻ കൊല്ലത്ത് UDFന് സാധിച്ചു. ആ ഒരു കെട്ടുറപ്പ്, ആ ഒരു ഐക്യം, അതിനെക്കുറിച്ച് എങ്ങനെയാണ്? തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സുഗമമായി ആത്മാർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുകയായിരുന്നു. ഈ വിജയത്തിൽ കുറഞ്ഞ ഒന്നും ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക്, സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാവരും അതുപോലെ ഞങ്ങളുടെ സഹപ്രവർത്തകർ, അത് ഞങ്ങളങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ പൊതുജനം പൂർണ്ണമായി ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു. ബിന്ദു കൃഷ്ണ മന്ത്രിസ്ഥാനത്തേക്കുണ്ടാകുമോ എന്നുള്ളതാണ്
പാർട്ടി കോട്ടയായ കൊല്ലം പിടിച്ചെടുത്താണ് അവർ നിയമസഭയിലേക്ക് എത്തുന്നത്. സ്ത്രീപ്രാതിനിധ്യവും അതുപോലെ തന്നെ ഒക്കെ നോക്കുമ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് വരേണ്ട ഒരാൾ കൂടിയാണ് ബിന്ദു കൃഷ്ണ. എന്തായാലും ആ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. കാസർഗോഡ് ജില്ലയ്ക്ക് മന്ത്രി വേണമെന്ന ആവശ്യം ഉന്നയിക്കുമെന്നും ഈ കാര്യം ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കാസർഗോഡിന് ഒരു മന്ത്രി വേണമെന്നത് അർഹതപ്പെട്ട ആവശ്യമെന്നും ഉണ്ണിത്താൻ അമൃത വാർത്തകളോട് പറഞ്ഞു. CPM ഭരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ മന്ത്രിയില്ല എന്ന് ജില്ലക്ക് ഒരു മന്ത്രി വേണമെന്ന് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് UDF ആരോപിച്ചതും ചോദിച്ചതൊക്കെയാണ്. അതെങ്ങനെ സാധ്യമാക്കും? ഇപ്പൊ നമ്മൾ മുഖ്യമന്ത്രിയുടെ ചർച്ചയിലല്ലേ നിൽക്കുന്നത്? അതെ, മുഖ്യമന്ത്രിയുടെ ചർച്ച നടക്കും. അതുപോലെ മന്ത്രിമാർ വരുമ്പോൾ കാസർഗോഡിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. അത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഞാൻ അറിയിക്കും. അതിനെന്താ തർക്കം? എന്താ മന്ത്രി വേണമെന്ന ആവശ്യം താങ്കൾ ഉന്നയിക്കും? ഞാൻ പറഞ്ഞേ, കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിന് ശേഷം 84 ഉണ്ടായത്. അതിനുശേഷം ആദ്യമായിട്ടല്ലേ തൃക്കരിപ്പൂര് കിട്ടുന്നത്. അതുപോലെ 87 ശ്രീ കുഞ്ഞിക്കണ്ണൻ ജയിച്ചു. 91 5 കൊല്ലം കിട്ടണമായിരുന്നു. നയനാർ 1 കൊല്ലം അഡ്വാൻസ് ചെയ്ത് അസംബ്ലി നടത്തിയോണ്ട് 4 കൊല്ലം കിട്ടിയുള്ളൂ. 91 അവസാനത്തെ ഉദുമ MLA ആണ്. സുധാകരൻ മത്സരിച്ചിട്ട് പോലും തോറ്റു. അവിടെയാണ് നീലകണ്ഠൻ ജയിച്ചത്. അപ്പോൾ 91, 9, 2000, 26, 35 കൊല്ലത്തിന് ശേഷം ഒരു MLA ഉണ്ടായല്ലേ. അപ്പം കാസർഗോഡിൻ്റെ ആവശ്യങ്ങൾ ന്യായമാണ്, ആണ് തീർച്ചയായിട്ടും. അല്ലാതെ ഒരു മന്ത്രി എന്നുള്ള ആവശ്യം കാസർഗോഡിന് ന്യായമാണ്, അർഹതപ്പെട്ടതാണ്. ആവശ്യം താങ്കൾ എന്തായാലും മുന്നോട്ട് പോകും? തീർച്ചയായിട്ടും വയ്ക്കും. അതിനെന്താ തർക്കം? എന്താ? മറ്റൊരു കാര്യം, ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ 3 സ്ഥലത്താണ് BJP അക്കൗണ്ട് തുറന്നത്. ഒപ്പം സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പലയിടങ്ങളിലും BJPക്ക് വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട്. നിലവിൽ തന്നെ 12-15% BJPയുടെ വോട്ട് വിഹിതം. ഇനി അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര ശതമാനത്തിലേക്ക് എത്തി എന്നുള്ള കണക്കുകളൊക്കെ അന്തിമമായി വരേണ്ടതുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ 13-ൽ 11 മണ്ഡലങ്ങളിലും മുന്നേറ്റം സൃഷ്ടിച്ചു NDA. കോഴിക്കോട് നോർത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച നവ്യ ഹരിദാസാണ് ജില്ലയിൽ ഏറ്റവും അധികം വോട്ട് നേടിയ NDA സ്ഥാനാർത്ഥി. 39,899 വോട്ടുകളാണ് നവ്യ ഹരിദാസ് നേടിയത്. ശക്തമായ മത്സരം നടന്ന കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, ബേപ്പൂർ, എലത്തൂർ, കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ 20,000-ലേറെ വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥികൾ നേടിയത്. ഇതിൽ കോഴിക്കോട് നോർത്ത്, സൗത്ത്, കുന്നമംഗലം, എലത്തൂർ മണ്ഡലങ്ങളിൽ 30,000-ലേറെ വോട്ടുകളും ലഭിച്ചു. കോഴിക്കോട് നോർത്തിൽ 2021 മത്സരിച്ച NDA സ്ഥാനാർത്ഥി MT രമേശിന് 30,952 വോട്ടുകളാണ് ലഭിച്ചത്. 2026 നവ്യ ഹരിദാസ് 30,899 വോട്ടുകൾ നേടി. LDFന്റെ കുത്തകയായിരുന്ന കോഴിക്കോട് നോർത്തിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K ജയന്ത് അട്ടിമറി വിജയം നേടുകയും ചെയ്തു. കൃത്യമായിട്ടും വ്യക്തമായിട്ടും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. 39,899 വോട്ടുകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ജാതി മാറ്റിവെച്ചുകൊണ്ട്, മതം മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായിട്ട് വികസനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടുകളാണ്. അപ്പോൾ ആ തരത്തിൽ വികസനത്തിനോടൊപ്പം ജനങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് 2021 നിന്നുള്ള 9,000-ഓളം വോട്ടിന്റെ കുതിച്ചുചാട്ടം. അപ്പൊ അത് പടിപടിയായിട്ട് ഉയർന്നു വരും. NDA അങ്ങനെ തന്നെയാണ് വളർന്നിട്ടുള്ളത്. BJP റൂറൽ ജില്ലാ പ്രസിഡന്റ് T ദേവദാസ് മത്സരിച്ച എലത്തൂരിലും 30,000-ലധികം വോട്ടുകൾ ലഭിച്ചു. 2021 വോട്ടുകൾ കുറഞ്ഞെങ്കിലും മണ്ഡലത്തിൽ NDA നിർണായക ശക്തിയായി മാറി. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ പരാജയപ്പെടുത്തി UDFിലെ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ വിജയിക്കുകയും ചെയ്തു. കോഴിക്കോട് മേഖലാ പ്രഭാരി VK സജീവൻ മത്സരിച്ച കുന്നമംഗലത്ത് 27,862 വോട്ടിൽ നിന്ന് 34,435 വോട്ടിലേക്ക് NDA വളർന്നപ്പോൾ LDF പിന്തുണയോടെ മത്സരിച്ച PT റഹീമിനെ പരാജയപ്പെടുത്തി UDFിലെ MA റസാഖ് മാസ്റ്റർ വിജയിച്ചു. BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണൻ കൊയിലാണ്ടിയിൽ 23,543 വോട്ടുകൾ നേടി. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ T റനീഷ് കോഴിക്കോട് സൗത്തിൽ 7,590 വോട്ടുകൾ വർദ്ധിപ്പിച്ചു. ജില്ലയിൽ എല്ലായിടത്തും NDA 3-ാം സ്ഥാനത്താണെങ്കിലും ചില മത്സരങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ NDAയ്ക്കായത് അണികളിൽ വലിയ ആവേശവും ആത്മവിശ്വാസവും സൃഷ്ടിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളം ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ UDF തൂത്തുവാരുന്ന കാഴ്ചയാണ് കണ്ടത്. LDF അവിടെ തകർന്നടിക്കുകയായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ 4 മണ്ഡലങ്ങളും കൈവിട്ട LDFന് ആകെ ആശ്വാസമായത് കോന്നി മണ്ഡലം മാത്രമാണ്. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് വോട്ടായി മാറിയതെന്നും കോൺഗ്രസും BJPയും തമ്മിലുണ്ടാക്കിയ ഡീൽ കോന്നിയിലും ഉണ്ടായിരുന്നുവെന്നും KU ജനീഷ് കുമാർ MLA അമൃത വാർത്തകളോട് പറഞ്ഞു.
കേരളം മുഴുവൻ ഒരു UDF തരംഗമുണ്ടായെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി മാത്രം ഒരു ചുവന്ന തുരുത്തായി അവശേഷിച്ചു. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അവിടുത്തെ MLAയും ഇപ്പോൾ ജയിച്ച ജനീഷ് കുമാറാണ്. എന്തു തോന്നുന്നു? കോന്നിയിലെ ജനങ്ങളോട് വലിയ നന്ദിയുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർ നൽകിയിട്ടുള്ള ഈ സ്നേഹത്തിന് കോന്നിയിലെ ജനങ്ങളോട് നന്ദി പറയുന്നു. കോന്നിയിൽ ഇത്തവണ ഞങ്ങൾ കോൺഗ്രസിനെ മാത്രമല്ല പരാജയപ്പെടുത്തിയിട്ട് കോൺഗ്രസും BJP ഒന്നിച്ച് മത്സരിക്കുകയായിരുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച മണ്ഡലമാണ് കോന്നി. അവരുടെ A ക്ലാസ് മണ്ഡലമാണ് കോന്നി. അവിടെ 46,000-ഓളം വോട്ട് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി നേടിയതാണ്. 19-ൽ 39,000 കഴിഞ്ഞ തവണ 32,000 ഇത്തവണ ആ സീറ്റാണ് BDJSന് കൊടുക്കുന്നത്. ആ BDJSന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ UDF കൺവീനർക്ക് അവിടെ മത്സരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയായിരുന്നു. ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് അത് കൊടുത്തത്. അതിന്റെ ഭാഗമായി 32,000 വോട്ട് നേരെ 15,000 വോട്ടായി കുറയുന്നു. ആ 15,000 വോട്ടായി കുറയുമ്പോൾ അവർ രണ്ടും ഒന്നിച്ചായിരുന്നു ബൂത്ത് തലത്തിൽ പോലുമുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കോന്നിയിൽ വിജയിച്ചിട്ടുള്ളത്. തുടർന്നും കോന്നിയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ അവരോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. ഇപ്പം മുഖ്യമന്ത്രി ആയാലും ഇപ്പം ഇവിടെ മന്ത്രി വീണ ജോർജ് ആയാലും മിക്കവാറും ബൂത്തുകളിലെല്ലാം പുറകിലായിരുന്നു. എന്തു തോന്നുന്നു? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഞങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കും. കാരണം ജനം ആഗ്രഹിക്കാത്തത് എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ പരിശോധിച്ച് തിരുത്തി മുമ്പോട്ട് പോകും. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടി എല്ലാം അങ്ങ് ഒലിച്ചുപോയി എന്നല്ല. ഇതിനു മുമ്പും ഇതിലെല്ലാം വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് എങ്ങനെയാണോ തിരിച്ചു വന്നത് അതേ വേഗത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം തിരിച്ചു വരും. ഒരു ഡീലിന്റെ ഭാഗമായിരുന്നോ ഈ വിജയമൊക്കെ? അല്ല, അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞു, നമ്മൾ ഓർമ്മയുണ്ട്, റാന്നി കോന്നി മണ്ഡലങ്ങളിൽ ഡീല്. അപ്പോൾ ഇപ്പം നമുക്ക് തോന്നുന്നത് കറക്റ്റാണ്. കാരണം UDF ട്രെൻഡ് കേരളത്തിലാകെ ആഞ്ഞടിക്കുമ്പോൾ നേമത്തും കഴക്കൂട്ടത്തും BJP ജയിക്കുമ്പോൾ മുരളീധരൻ പിടിച്ചതിൽ 10,000-ഓളം വോട്ട് താഴെയാണ് ശബരിനാഥൻ പിടിക്കുന്നത്. SS ലാൽ പിടിച്ചതിൽ ആയിരക്കണക്കിന് വോട്ടിന് പുറകിലാണ് നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദ് കഴക്കൂട്ടത്ത് പിടിച്ചത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണല്ലോ BJP അവിടെ ജയിക്കുന്നത്. അതേസമയം റാന്നി കോന്നി മണ്ഡലങ്ങളിൽ റാന്നി സത്യത്തിൽ പ്രമോദ് നാരായണനാണല്ലോ ജയിച്ചത്. 2020 കൊടുത്ത് BJP വോട്ട് അപ്പാടെ അപ്പുറത്ത് പോയതുകൊണ്ടാണല്ലോ പ്രമോദ് നാരായണൻ തോൽക്കുന്നത്. അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കോന്നി പോലൊരു മണ്ഡലത്തിൽ BJP ഇപ്പോൾ ഒരു BDJ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വിജയം ജനീഷ് കുമാറിനായിരുന്നു. അല്ല, ഒരു ഘട്ടത്തിലും അവർക്കറിയാം നേരായ നിലയിൽ വന്നാൽ ഞങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ധാരണയുണ്ട്. അതിനാണ് ഈ വഴികളെല്ലാം അവർ സ്വീകരിച്ചത്. പക്ഷെ അവർ ആ വഴികൾ സ്വീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവർ പോകുന്ന ആ വഴിയിലൂടെയാണ്. ഞങ്ങൾ ആ വഴി മറികടക്കാനുള്ള മറുവഴികൾ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രചരണം അവരൊന്നാണ് എന്ന പ്രചരണം ഞങ്ങൾ ആദ്യം തൊട്ടേ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയതും അതിനെ അതിജീവിച്ചതും വിജയിച്ചതുമെല്ലാം. കോന്നിയിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം തുടരുമല്ലേ? തീർച്ചയായും കോന്നിയിൽ തുടങ്ങിവെച്ച ധാരാളം കാര്യങ്ങളുണ്ട്. അതെല്ലാം അതിവേഗം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ അതിവേഗം അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കോന്നിയെ മറ്റൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയും പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അതുപോലെ തന്നെ ജനങ്ങളും അദ്ദേഹത്തിനോടൊപ്പം നിന്നു. എന്തായാലും കേരളത്തിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലെ ജനങ്ങൾ LDFനൊപ്പം നിന്നു എന്ന് തന്നെ പറയാം. ക്യാമറമാൻ രതീഷ് മൺമിശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇനി ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരിനുണ്ടായ വീഴ്ചയാണ് ഇടുക്കിയിൽ LDFന് തിരിച്ചടിയായത്. ഒപ്പം ഉടുമ്പൻചോല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പാളിച്ച പറ്റി എന്നുള്ള വിലയിരുത്തലാണ്. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലുണ്ടായ കാലതാമസവും ഇടുക്കിയിൽ ഇടതുപക്ഷത്തെ തറപറ്റിച്ചു. പട്ടയ പ്രശ്നം, ഭൂവിനിയോഗ ചട്ടഭേദഗതി, നിർമ്മാണ നിരോധനം എന്നിവയ്ക്ക് പരിഹാരം കാണാൻ 10 വർഷമുണ്ടായിട്ടും സർക്കാരിന് കഴിഞ്ഞില്ല. അവസാന മന്ത്രിസഭാ യോഗത്തിലാണ് നിർമ്മാണ നിരോധനം നീക്കി ഉത്തരവിറക്കിയത്. എന്നാൽ ഇത് നിയമമാക്കാനും കഴിഞ്ഞില്ല. ഭൂപ്രശ്നങ്ങൾ UDF പ്രധാന ചർച്ചയാക്കിയപ്പോൾ
അത് ഫലപ്രദമായി പ്രതിരോധിക്കാൻ LDF-നായില്ല. ജില്ലയിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ കത്തിക്കാളിൽ നിന്ന ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കുന്ന കാര്യത്തിൽ വാഗ്ദാനങ്ങൾ കൊടുക്കുക എന്ന് മാത്രമായിരുന്നു ഈ ഭരണകൂടത്തിൻ്റെ ചുമതല. വാഗ്ദാന ലംഘനങ്ങളുടെ പിതാവാണ് സഖാവ് പിണറായി വിജയൻ. ഇടുക്കിക്ക് പ്രത്യേക പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാം രേഖകൾ മാത്രമായിരുന്നു. വികസനത്തിന്റെ പേരിലായിരുന്നു LDF പ്രചരണം. എന്നാൽ നുണപ്രചരണങ്ങളിലൂടെ UDF ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് LDF നേതൃത്വത്തിന്റെ വിശദീകരണം. വികസനത്തിന്റെ രാഷ്ട്രീയം പ്രധാനമായി ചർച്ച ചെയ്തു. അപവാദ പ്രചരണങ്ങൾ, കള്ളപ്രചാര വേലയുമായിട്ടാണ് UDF വന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും ആ പ്രചരണത്തിനകത്തുണ്ടായിട്ടുള്ള ഒരു മേൽക്കൈ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ചുവപ്പുകോട്ടയായ ഉടുമ്പൻചോലയിലുണ്ടായ വൻ തോൽവിയാണ് CPM-നെ ഞെട്ടിച്ചത്. MM മണിയെ അനാരോഗ്യത്തിന്റെ പേര് പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ പകരം വന്നത് 74-കാരനായ KK ജയചന്ദ്രനാണ്. ഇത് അംഗീകരിക്കാൻ പാർട്ടി അണികൾ തയ്യാറാകാതിരുന്നതാണ് ഇവിടെ തിരിച്ചടിയായത്. അമൃത ന്യൂസ്, ഇടുക്കി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ അമൃത സർവകലാശാല കുട്ടികൾക്കായി നടത്തിവന്ന വിസ്മയ 2026 സമ്മർ ക്യാമ്പ് സമാപിച്ചു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലാണ് സൗജന്യ സമ്മർ ക്യാമ്പ് നടന്നത്. കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങളും അറിവുകളും നിറഞ്ഞ ഒരു മറക്കാനാവാത്ത അവധിക്കാലം സമ്മാനിച്ചാണ് 5 ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് സമാപിച്ചത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയത്തിലൂടെ വിജ്ഞാനവും വിനോദവും കോർത്തിണക്കിയാണ് കുട്ടികൾക്കായി ക്യാമ്പ് ഒരുക്കിയത്. 9 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് അമൃത സർവകലാശാല വിസ്മയ 2026 എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചത്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ മെയ് 1 മുതൽ നടന്നുവന്ന സഹവാസ ക്യാമ്പിന്റെ സമാപന സമ്മേളനം മാതാ അമൃതാനന്ദമയി മഠം മൗറീഷ്യസ് മഠാധിപതി സ്വാമിജി യോഗാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. തനിക്കും തൻ്റെ ജീവിതത്തിനും മാത്രമല്ലാതെ നമുക്ക് മറ്റുള്ളവർക്ക്, ഇതാണ് അമ്മയിൽ നിന്ന് പഠിക്കുന്നത്. ആ കാരുണ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും ഇതുപോലെയുള്ള ക്യാമ്പുകളിലൊക്കെ പലതും നടക്കാൻ അമ്മയുടെ കൃപയാൽ നമുക്ക് ഉണ്ടാകും. അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവട്ടെ. പേരൻസിൻ്റെ ആ സന്മാനസ് ഇവരെല്ലാം ഇങ്ങോട്ട് വിട്ടതിനും ഇവിടെ സംഘാടകർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും പല കാര്യങ്ങളും ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ചടങ്ങിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ച അദ്ദേഹം തന്റെ അനുഭവങ്ങളും വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, അമൃത സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസ് പ്രിൻസിപ്പൽ ഡോക്ടർ M നിതീഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളുടെ ഫിലിം ഫെസ്റ്റിവൽ, വ്യക്തിത്വ വികസന പരിശീലനം, ക്വിസ് മത്സരം, യോഗ പരിശീലനം, വിവിധ വിഷയങ്ങളിൽ ശില്പശാലകൾ എന്നിവ ഉൾപ്പെടെ നിരവധിയായ പരിപാടികളാണ് 5 ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി സ്മൈൽ പ്ലീസ് എന്ന സെക്ഷനിൽ കുട്ടികൾക്ക് ആത്മീയ അറിവുകൾ പകർന്നു നൽകി. കേരളത്തിനകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള സമ്മർ ക്യാമ്പിന്റെ 5ാമത്തെ എഡിഷനാണ് ഇത്തവണ ക്യാമ്പസിൽ നടന്നത്. 500-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും ആശ്രമത്തിലെത്തി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ നേരിൽ കാണുകയും സംവദിക്കുകയും ചെയ്തു. കുട്ടികളിലെ സർഗവാസനകളെയും വ്യക്തിത്വത്തെയും ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ കുട്ടികൾക്ക് ശാസ്ത്രപരിചയവും സാംസ്കാരിക മൂല്യങ്ങളും പകർന്നു നൽകാനും പുതിയ കാര്യങ്ങൾ അവർക്ക് പരീക്ഷിച്ചറിയാനുമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ഈ വേനലവധിക്കാലത്ത് ലഭിച്ച ഏറ്റവും മികച്ചൊരു അനുഭവമാണ് ഈ സമ്മർ ക്യാമ്പെന്നും വരും വർഷങ്ങളിലും ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാർത്ഥികളും പറഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. കളിച്ചിരികളും ചിന്തകളും അറിവുകളും പങ്കുവച്ച് അമൃത TV ഒരുക്കിയ കളിയിൽ അല്പം കാര്യം സമ്മർ ക്യാമ്പിന് കോട്ടയത്ത് തുടക്കമായി. BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൗമാരക്കാരായ 250ഓളം വിദ്യാർത്ഥികളാണ് 2 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അവധിക്കാലം വീടിനുള്ളിൽ അടച്ചിരിക്കാതെ വിനോദദിനം വിജ്ഞാനദിനം അവസരമൊരുക്കുകയാണ് അമൃത TVയുടെ കളിയിൽ അല്പം കാര്യം ദ്വിദിന സമ്മർ ക്യാമ്പ്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസം, ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്കായുള്ള പരിശീലനം, കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. കോട്ടയം BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പ് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു.
പരിശുദ്ധിയുള്ള പുതിയ തലമുറയെ വളർത്താനും നന്മകൾ ഉണർത്താനുമാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ അമൃത TV ഒരുക്കിയ ഈ കുട്ടികളുടെ ക്യാമ്പ് പരിശുദ്ധിയുള്ള പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്, നന്മകൾ ഉണർത്തുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾ കരുതുന്ന കഴിവുകൾ ഉണർത്തിയെടുക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി യാതൊന്നുമില്ല എന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ നമ്മൾ അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഉണരണം. യോഗ, സൂംബ, മാജിക്, വെട്രിലോഗിസം, അഭിനയ കളരി തുടങ്ങിയവയെല്ലാം കുട്ടികൾക്ക് ആവേശം പകരുന്നതായി. കേരള പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ എന്ന വിഷയത്തിൽ മുൻ PSC ചെയർമാൻ K. രാധാകൃഷ്ണനും ഹാപ്പി പേരന്റിംഗ് എന്ന വിഷയത്തിൽ കോട്ടയം നാർക്കോട്ടിക്സ് സെൽ DYSP KR ബിജുവും ക്ലാസ് നയിച്ചു. സ്വാമി ഗുരുപാദാശ്രിതാനന്ദ യോഗ ക്ലാസിനും നടൻ മുരളി മേനോൻ അഭിനയ കളരിക്കും നേതൃത്വം നൽകി. ക്യാമ്പിൻ്റെ സമാപന ദിനമായ ബുധനാഴ്ച മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാം, കളരി, AI ആൻഡ് റോബോട്ടിക്സ് ക്ലാസ്, ക്വിസിംഗ് ഗെയിം ഷോ, നടൻ ഗിന്നസ് പക്രുവുമായുള്ള സംവാദം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി കുട്ടികളുമായി സംവദിക്കും. അമൃത TV ബിസിനസ് ഹെഡ് R. ശിവകുമാർ, ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ K. നായർ തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. കൃത്യമായ വിശ്രമവും ഭക്ഷണവും ഇല്ലാത്തതിനാലാണ് ഉത്സവത്തിന് എത്തിക്കുന്ന ആനകൾ ഇടയാൻ കാരണമാകുന്നതെന്ന് ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗിരിദാസ്. ആനകളുടെ മതകാലഘട്ടത്തെക്കുറിച്ചുള്ള ഡാറ്റാ ബുക്ക് തയ്യാറാക്കണം. അത്തരം സംവിധാനം നമുക്കില്ലാത്തതാണ് പ്രശ്നം. ആനകളെ ഉപദ്രവിക്കുന്ന വ്യക്തികളെ തിരഞ്ഞു പിടിച്ച് ആന ആക്രമിക്കുമെന്നും ഡോക്ടർ ഗിരിദാസ് അമൃത വാർത്തയോട് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ ഉത്സവപ്പറമ്പുകളിൽ ആന ഇടയുന്നത് പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം ആനയുടെ ആക്രമണത്തിൽ നഷ്ടമായത് 2 ജീവനുകളാണ്. എന്തുകൊണ്ടാണ് ആന ഇടയുന്നത്? ഇതിൽ ശരിക്കും ഒരു വിദഗ്ധ അഭിപ്രായം വേണം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആന ചികിത്സാ വിദഗ്ധനായ ഗിരിദാസ് ആണ്, ഡോക്ടർ ഗിരിദാസ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഡോക്ടർ, എന്താണ് ശരിക്കും ഈ നിരന്തരമായി ഇത്തരത്തിൽ ആന ഇടയുന്നൊരു സാഹചര്യം വരുന്നു, പലരുടെയും ജീവൻ നഷ്ടമാവുന്നു, ശരിക്കും എന്തായിരിക്കും ഈ ആന ഇടയാനായിട്ടുള്ള കാരണം? നമുക്കറിയാം, ഉത്സവകാലം കഴിയാറായി, അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനകളുടെ എന്താ പറയുക, റെസ്റ്റ്, അത് വിശ്രമം കിട്ടേണ്ട ആനകളുണ്ട് കുറേ. എന്ന് വെച്ചാൽ ആനകൾക്ക് എന്ന് വെച്ചാൽ മതകാലഘട്ടമുണ്ട്, അത് പിന്നെ സാധാരണ കാലഘട്ടമുണ്ട്. ഈ മതകാലഘട്ടം അടുക്കുന്ന ആനകൾ പ്രീമസ് കണ്ടീഷനാണ്. പ്രീമസ്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ആനയെ കൊണ്ടു നടക്കുന്ന വ്യക്തികളെ തന്നെ അത് പ്രതിരോധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ 2ാം പാപ്പനെയും 3ാം പാപ്പനെയൊക്കെ പ്രതിരോധിക്കുക. ഇവിടെ നമ്മൾ കണ്ടത്, നമുക്കറിയാം, ആനയുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തികളെയാണ് ആന ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആനയ്ക്ക് ഇവരോട് പ്രത്യേകമായിട്ടുള്ളൊരു ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിരോധമാണ് ഇവിടെ കണ്ടത്. ഈ പാപ്പാന്മാരുടെ അല്ലെങ്കിൽ ആനയോട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ സമീപനം അത് ശരിക്കും ആനയെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ആനകളെ ക്രൂരമായി അടിക്കുന്ന ചില പാപ്പാന്മാർ അല്ലെങ്കിൽ ആനയെ ഉപദ്രവിക്കുന്ന, ഇതൊക്കെ ഈ ആനയുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുമോ? അതുകൊണ്ടാണോ ഈ ആനയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളോട് ആനയ്ക്കൊരു പ്രത്യേക തരത്തിലൊരു വൈരാഗ്യം വരാൻ കാരണം? ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ വളരെ സ്നേഹിക്കുന്ന ആനയാണ്. നമ്മളതിന് ഭക്ഷണം കൊടുത്ത് അതിനെ കൈകാര്യം ചെയ്ത ആന നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ആനയെ ഉപദ്രവിക്കുന്ന വ്യക്തികളെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ആന ഏത് രീതിയിൽ ഉപദ്രവം. ഇപ്പോൾ ആന ലോറി ഡ്രൈവറോട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹമാണ് എന്നെ എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്, അപ്പോൾ എനിക്ക് ഓവർ വർക്ക് തരുന്ന ഇന്ന ആളെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നു. അപ്പോൾ കാലഘട്ടത്തിൽ ആനയെ കെട്ടണം, അത് ഉടമസ്ഥന്മാർ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം. മതമുണ്ട്, മതം വരും, അല്ലെങ്കിൽ മതം ഒരു പ്രത്യേകം ഓരോ വർഷത്തിൽ ഓരോ സമയത്ത് സൈക്ലിക് പ്രോസസ്സായിട്ട് വരുന്നതാണ്. ഇപ്പം അങ്ങനെ വരുന്ന ആനകളെ തിരിച്ചറിയാനായിട്ട് ഉടമസ്ഥർക്ക് അവരുടെ കയ്യിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ കയ്യിൽ ഒരു ഡാറ്റ ഉണ്ടായിരിക്കണം. ഇന്ന ആനയ്ക്ക് ഇന്ന സമയത്ത് മതം വരും, ആ സമയത്ത് ആനനെ റെസ്റ്റിൽ കെട്ടണം. പക്ഷെ അങ്ങനത്തെ ഒരു ഡാറ്റ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഈ കാലാവസ്ഥ എങ്ങനെയാണ്? ഈ കാലാവസ്ഥയുമായി ഇത് ബന്ധമുണ്ട്? പ്രത്യേകിച്ചും ചൂട് കാലങ്ങളിൽ ആനയ്ക്ക് ചൂട് താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൊക്കെ ഇത് പെട്ടെന്ന് ഇടയാനുള്ളൊരു സാഹചര്യമുണ്ടോ? നമ്മുടെ ശരീരപ്രകൃതിമാരിൽ ആന വയർക്കില്ല. ആനയുടെ കറുത്ത പ്രതലമാണ്. ആനയ്ക്ക് ചൂട് ഒരു പ്രശ്നമല്ല. ആവശ്യത്തിന് വെള്ളവും വിശ്രമവും കിട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള മൃഗങ്ങളെ ഇത് വയർക്കുന്ന മൃഗമല്ല. 250 ലിറ്റർ വെള്ളം 250 ഭക്ഷണം കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിരോധമുണ്ട്. ആ പ്രതിരോധമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഈ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൂരത്തിന് ആനയെ കൊണ്ടുവരുമ്പോൾ അത് ഇടയാതിരിക്കാനുള്ള അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് ഒരു പാപ്പാൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ ആനയുടെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ?
ആനയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരവസ്ഥകളുണ്ട്. മതകാലം തിരിച്ചറിയണം. മതം എന്ന് പറഞ്ഞാൽ 3 കണ്ടീഷനാണ്: പ്രീ മസ്ത്, മസ്ത്, പോസ്റ്റ് മസ്ത്. അപ്പം മതകാല ആരംഭമാണ്. ഈ ആരംഭ കാലഘട്ടത്തിൽ ആനകൾ അത് പ്രത്യേകിച്ച് കാണിക്കും. ഈ മതകാല ആരംഭമുള്ള ആനകളെ എത്രയും വേഗം കൊണ്ട് വിശ്രമത്തിലേക്ക് മാറ്റണം. അതിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ബയോളജിക്കൽ പ്രോസസ്സിലേക്ക് അതിനെ മാറ്റുകയാണെങ്കിൽ അപകടം ഒഴിവാക്കാമെന്നുള്ള. എത്രയോ ആനകളുണ്ട്, എല്ലാ ആനയും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ചില ആനകളുടെ മതകാലത്തിലേക്ക് പോകേണ്ട ആനകളെ മതകാലത്ത് തന്നെ കൊണ്ടുപോകണം. അതിന് മതം നീട്ടാനായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല. അതായത് പലപ്പോഴും ഈ മതപ്പാടുള്ള സമയത്ത് അല്ലെങ്കിൽ ആന അക്രമാസക്തമാവുന്നുള്ളൊരു തോന്നലുള്ള സമയത്ത് പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആനകളെ ഈ പൂരങ്ങൾക്ക് പങ്കെടുപ്പിക്കേണ്ടി, ഇപ്പോൾ ആനകളുടെ ദൗർലഭ്യം പറഞ്ഞു, അങ്ങനെയുള്ള ആനകളെ ഈ പൂരത്തിൽ പങ്കെടുപ്പിക്കുമ്പോഴാണല്ലോ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതല്ലേ വേണ്ടത്? അതെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലില്ല. ഒരു എന്താ പറയുക, ഒരു ഡാറ്റ ബുക്ക് ഉണ്ട്. അല്ലെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ട് ഇന്ന ആനയ്ക്ക് ഇന്ന സമയത്ത് മതം വരുന്നത് നമുക്ക് എന്തുകൊണ്ട് അത് ശരിക്കും ജനങ്ങളും കൂടി അറിയണം, പബ്ലിഷ് ചെയ്യണം. ഇന്ന ആനയ്ക്ക് ഇന്ന സമയത്ത് മതം വരുന്നതാണ്. മതകാല പരിചരണം അത് തനിയെ സ്വാഭാവികമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഒരു മാസമൊക്കെ മാറിക്കിട്ടുന്നത് കുഴപ്പമില്ല. അത് ബയോളജിക്കലി മാറുന്നതാണ്. അല്ലാതെ ഫോഴ്സ്ഫുള്ളി മാറ്റി ആനയെ എഴുന്നള്ളിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. അതാണ് ആന ചികിത്സാ വിദഗ്ധനും കൂടിയാണ് അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേർന്നത്. അതായത് ഈ ആനകളെ ഉത്സവത്തിന് എത്തിക്കുമ്പോൾ അത് പരിപാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി തന്നെ പരിപാലിച്ചില്ലെങ്കിൽ ഈ അപകടത്തിന് കാരണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പാപ്പാന്മാരോ അല്ലെങ്കിൽ ആനയുമായി ബന്ധപ്പെട്ട ആളുകളോ അത് കൃത്യമായി പരിപാലിച്ചുകൊണ്ട് മാത്രം ആനകളെ ഉത്സവത്തിന് എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. മലമ്പുഴയിൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് കുറഞ്ഞതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ചെറുകിട കച്ചവടക്കാർ. വേനൽ കടുത്തതും നവീകരണത്തിനായി മലമ്പുഴ ഉദ്യാനം അടച്ചതുമാണ് പ്രതിസന്ധിക്ക് കാരണം. മഴയെത്തുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്ന പാലക്കാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ ഉദ്യാനം. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് കച്ചവടം നടത്തുന്ന നിരവധി ചെറുകിട വ്യാപാരികൾ ഇവിടെയുണ്ട്. എന്നാൽ വേനൽ കടുത്തതോടെ മലമ്പുഴയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞു. ഉദ്യാനം നവീകരണത്തിനായി പൂട്ടിയതും വിനോദസഞ്ചാരികൾ എത്തുന്നത് കുറയുവാൻ കാരണമായി. ഇതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് കച്ചവടക്കാർ. പിന്നെ ഡാം അടച്ചിട്ട് ഒരു 5-6 മാസമായി. പണിയൊന്നും നടക്കണില്ല. ഒരു മതിൽ കെട്ടിയിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് ഇപ്പോൾ വരുന്നത്. കച്ചവടം വളരെ മോശം. വൈകിട്ട് അത്യാവശ്യം ആളുള്ളൂ, ബാക്കി സമയങ്ങളിൽ ആളൊന്നുമില്ല. വേറെ വഴിയൊന്നുമില്ല. രാവിലെ ഒന്നും തുറക്കും, വൈകുന്നേരം വരെ ഇരിക്കും, എന്തെങ്കിലും കിട്ടും. വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. കച്ചവടം വളരെ കുറവാണ്. മലമ്പുഴ അടച്ചതുകൊണ്ട് ആൾക്കാർ വരുന്നില്ല. ചൂട് വല്ലാതെ ചൂടാണ്. അതുകൊണ്ട് വൈകിട്ട് 5 മണി ശേഷം കുറച്ച് ആൾക്കാർ വരുന്നത്, രാവിലെ ലേശം, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് വളരെ പ്രതിസന്ധിയാണ്, കച്ചവടം കുറവാണ്. രാവിലെയും വൈകുന്നേരവും എത്തുന്ന സഞ്ചാരികൾ മാത്രമാണ് ഏക ആശ്വാസം. മഴ എത്തുന്നതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും എന്ന പ്രതീക്ഷയും അവർ പങ്കുവച്ചു. കുറവാണ്. ടൂറിസ്റ്റുകൾ ഭയങ്കര ചൂടായ കാരണമാണ് കൂടുതൽ വരാതിരിക്കുന്നത്. അല്ലാതെ നിറയെ ആൾക്കാർ വരുന്നതാണ്. ഏകദേശം 1 വർഷം മുൻപാണ് മലമ്പുഴ ഉദ്യാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അമൃത ന്യൂസ്, പാലക്കാട്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിപണിയിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. US ഇറാൻ സമാധാന കരാറിലുള്ള പ്രതീക്ഷ കൂടിയത് ഇന്ന് ആഗോള വിപണികളിൽ ഒരു നേട്ടത്തിന് കാരണമായിട്ടുണ്ട്. ഇന്നലെ US വിപണികളിലെല്ലാം നേട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ പലതിലും നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിപണിയിൽ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഒരു പരിധിവരെ ഓഹരി അധിഷ്ഠിത നീക്കങ്ങൾക്കും പ്രേരകമാവും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ നാളിതുവരെ വന്നതിൽ വളരെ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, പല പ്രവർത്തന ഫലങ്ങളും മികച്ചതായിരുന്നതും വരും ദിവസങ്ങളിൽ വിപണിയിലെ മുന്നോട്ടുള്ള നീക്കത്തിന് നിർണായകമായിരിക്കും. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ കയറ്റിറക്കങ്ങൾ ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വിപണിയിൽ ഒരു ക്രമപ്പെടലിൻ്റെ ഒരു സാധ്യതയും കണ്ടിരുന്നു. 24,000 എന്ന നിലവാരത്തിൽ ആണ് വിപണിയിൽ വ്യാപാരം, മുൻനിര സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം തുടരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരത്തിന് മുകളിൽ വ്യാപാരം തുടരുകയും 24,200 എന്നുള്ള നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണിയിൽ തുടർച്ചയായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇന്ന് ആ ഒരു നിലവാരം മറികടന്നേക്കുമെന്ന് തന്നെയാണ്
തന്നെയാണ് കരുതുന്നത്. എണ്ണവിലയിലും ഗണ്യമായ കുറവുണ്ടായി. ഇന്നലെ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരാമെങ്കിൽ കൂടിയും ഈ ഒരു നിലവാരത്തിൽ ക്രമപ്പെട്ട് മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലായിരിക്കും ആരംഭിക്കുക. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപാണ് ഓഹരി വിപണിയിലെ പ്രതീക്ഷ പങ്കുവച്ചത്. കോഴിക്കോട് സ്കൂൾ വിപണി സജീവമായി. ബാഗും ബുക്കുമെല്ലാം വാങ്ങിക്കാൻ കടകൾ കയറിയിറങ്ങേണ്ടി വരുന്ന രക്ഷിതാക്കൾക്ക് ആശ്വാസമാവുകയാണ് കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം ഒരുക്കിയ സ്കൂൾ മാർക്കറ്റ്. വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ നൽകുന്നു എന്നതും ഈ മാർക്കറ്റിന്റെ പ്രത്യേകതയാണ്. കുട്ടികളെ ആകർഷിക്കുന്ന സൂപ്പർ ഹീറോസിന്റെ ചിത്രങ്ങളടങ്ങുന്ന ടിഫിൻ ബോക്സുകളും ബാഗുകളും കുടകളുമെല്ലാം കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം ഒരുക്കിയ സ്കൂൾ മാർക്കറ്റിൽ ലഭ്യമാണ്. വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് സ്കൂൾ മാർക്കറ്റിന്റെ ലക്ഷ്യം. പുറമേ നമ്മൾ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാൾ മാക്സിമം റേറ്റ് കുറച്ചിട്ട് സ്റ്റുഡൻസിനും ബാക്കി പാരൻസിനും ഒക്കെ ഹാപ്പി ആക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സ്കൂളിൽ വേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷനറി സാധനങ്ങൾ ഇട്ടിട്ട് പുസ്തകങ്ങളായാലും ബാഗുകളായാലും ലഞ്ച് ബോക്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും മാക്സിമം ഹാപ്പി ആക്കുക. ബാക്കി പുറത്തുള്ള ഷോപ്പുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അത്രയും റേറ്റ് കുറച്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സ്കൂളിലേക്ക് ആവശ്യമായതെല്ലാം ഒന്നിച്ച് വാങ്ങിക്കാൻ മാർക്കറ്റിലേക്ക് എത്തുന്നവരുടെ എണ്ണവും കൂടുതലാണ്. കാര്യമായിട്ട് ബാഗ് വാങ്ങാനായിരുന്നു വന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്, അത്യാവശ്യം നമുക്ക് പറ്റിയ റേറ്റിലുള്ളതുണ്ട്. പിന്നെ ഒരു സ്കൂളിലേക്ക് അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കഴിയുന്ന റേറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവർ MRPയേക്കാൾ കുറച്ചിട്ടാണ് പൈസ തരുന്നത്. ഇത് ബുക്ക് കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ നോട്ട് ബുക്കാനും ബണ്ടിലായിട്ട് എടുക്കാനും ഇപ്പോൾ ഞങ്ങൾ കുടയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പ്രിൻ്റഡ് ആയിട്ടുള്ളതും പ്ലെയിൻ ആയിട്ടും ഒക്കെ നമുക്ക് ഒതുങ്ങുന്ന പ്രൈസിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുവിധമൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. ഞായറാഴ്ച ഉൾപ്പെടെ മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കുന്നത് ജോലിക്കാരായ മാതാപിതാക്കൾക്കും ആശ്വാസമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണലിന് ചരിത്ര വിജയം. രണ്ടാം പാദ സെമിഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് പരാജയപ്പെടുത്തിയ ആഴ്സണൽ ഫൈനലിൽ പ്രവേശിച്ചത്. രണ്ടാം പകുതിയിലാണ് ആഴ്സണൽ നിർണായക ഗോൾ നേടിയത്. ബുക്കായോ സാക്കയാണ് 44-ാം മിനിറ്റിൽ വിജയ ഗോൾ നേടിയത്. 2006 ശേഷം ആദ്യമായാണ് ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തുന്നത്. അതേസമയം ഫൈനലിൽ ആഴ്സണലിന്റെ എതിരാളികളെ ഇന്നറിയാം. രണ്ടാം സെമിയിൽ ഇന്ന് ബയേൺ മ്യൂണിക് PSG പോരാട്ടം നടക്കും. മെയ് 30 ബുഡാപെസ്റ്റിലാണ് ഫൈനൽ പോരാട്ടം. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് തകർപ്പൻ വിജയം. മലയാളി താരം സഞ്ജു സാംസണിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് ചെന്നൈക്ക് അനായാസ ജയമൊരുക്കിയത്. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 17.3 ഓവറുകളിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ജയം പിടിച്ചെടുക്കുകയായിരുന്നു. 52 പന്തുകളിൽ നിന്ന് 6 സിക്സറുകളും 7 ബൗണ്ടറികളും സഹിതം 87 റൺസെടുത്ത് സഞ്ജു പുറത്താകാതെ നിന്നു. ജയത്തോടെ ചെന്നൈക്ക് 10 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റായി. ഇതോടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും അവർ സജീവമാക്കി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടമാണ്. രാത്രി 7:30 ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകെ 9 മത്സരങ്ങളിൽ 7 മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച പഞ്ചാബ് 2 മത്സരങ്ങളിലാണ് തോൽവി വഴങ്ങിയത്. പോയിന്റ് പട്ടികയിൽ നിലവിൽ 1-ാം സ്ഥാനത്താണ് പഞ്ചാബ്. 3-ാം സ്ഥാനത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.